ഫോൺ എടുക്കൂ. ആ കൊക്കു ഇത് ആൽമര എത്തി. 500 മീറ്റർ മിൽമ ഷോപ്പ് അല്ലേ? റോഡ് സൈഡ് നോക്കിയാൽ കാണുമോ? ഓക്കെ അണ്ണാ കണ്ട് തന്നെ ബാക്ക് ഇപ്പൊ ഇവിടെ കിട്ടി കണ്ടു. യെസ്, ഇതാണ് ആ കട. കേരളത്തിലുടനീളം, അതായത് കാസർഗോഡ് മുതൽ പാറശാല വരെ ചിക്കൻ്റെ പല വെറൈറ്റി ഐറ്റംസ് കിട്ടും. പക്ഷേ ഏറ്റവും നല്ല ചിക്കൻ ബ്രെഡും ചിക്കൻ തോരനും കിട്ടുന്ന നാട് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ട്രിവാൻഡ്രം എന്ന്. അതിൽ ട്രിവാൻഡ്രം ഫോക്കസ് അല്ല, ട്രിവാൻഡ്രം കുറച്ച് ഔട്ടർ ഉള്ളോട്ട് വരണം. അത് ആര്യനാടാണ് ഈ ചിക്കൻ തോരൻ ചിക്കൻ ബ്രെഡിനൊക്കെ പേര് കേട്ട സ്ഥലം. കാരണം ഇവിടെ 1ഉം 2ഉം കടകളല്ല, നമ്മൾ തന്നെ പല ഹോട്ടൽ കാണിച്ചിട്ടുണ്ട്. ഒന്ന് ഇവിടുത്തെ ഹനി ഹോട്ടൽ കാണിച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ശംഭൂഷ് അങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇത്തവണ നമ്മൾ വന്നേക്കുന്നത് അടുത്തൊരു കട തേടിയിട്ടാണ്. നമ്മുടെ സ്വന്തം, അതായത് വൈറൽ പിടിക ടിവിൻ്റെ എഡിറ്റർ പ്രദീപ് കൊക്കറ്റുള്ള വീടാണ് ഈ ആര്യനാട്. അപ്പോൾ ആശാനെ ചോദിച്ചു ആശാനെ അവിടെ നല്ല ചിക്കൻ തോര ഇവിടെ കിട്ടും ചോദിച്ചു. കാരണം നമുക്ക് വേറെ ഷൂട്ടുമായി ബന്ധപ്പെട്ട് വന്നാൽ ഇവിടെ. അപ്പോൾ ആശാൻ പറഞ്ഞു നീ നേരെ വിട്ടോ. അപ്പോൾ ആശാൻ്റെ നിർദ്ദേശപ്രകാരം വന്നേക്കുകയാണ്. ആശാൻ ചതിക്കില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി തുടങ്ങട്ടെ. ബാ. അവസാനം നമ്മുടെ നാട്ടിലും വന്നല്ലേ? സുഖം. എത്തിയതേ ഉള്ളൂ ഇവിടെ. എത്തിയതേ പരിപാടി കാണാറില്ലേ? ഡെയിലി കാണും, മിക്കവാറും എല്ലാ ദിവസങ്ങളിലും നിങ്ങളെ പരിപാടി കാണും. എന്താ പരിപാടി? ഞാൻ റിട്ടയർഡായി. ആണോ? ഒരു വിദ്യാഭ്യാസ വകുപ്പിലാണ്. ഓക്കെ, സന്തോഷം സാർ. ചിക്കൻ ലീവർ, ചിക്കൻ പെരട്ട്, ചിക്കൻ തോരൻ, ബീഫ് കറി. ഇപ്പോൾ ഏത് സാധനവും നമ്മുടെ വീട്ടിൽ കഴിക്കുന്നത് പോലെ വളരെ സ്വാദിഷ്ടമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന, വളരെ വൃത്തിയോടുകൂടി, അതിനകത്ത് യാതൊരുവിധ കെമിക്കലും ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഞാൻ ഇത് പറയണത്, ഞാൻ ഈ അടുക്കളയിലൊക്കെ കയറി എല്ലാ കാര്യങ്ങളിലും നമ്മൾ നോക്കി ഇതിന് ശേഷമാണ് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങിയത്. ഇത് തോരനാണ്, ചിക്കൻ തോരനാണ്. അതായത് ഒരു എല്ലെങ്കിലും ഇതിലുണ്ടെങ്കിൽ ഇപ്പോൾ പറയണം. ഇത് വളരെ സോഫ്റ്റാണ്, എല്ലാം നല്ല സോഫ്റ്റായിട്ട് വെന്ത ഇറച്ചിയാണ്. നമുക്ക് അത് കഴിക്കാൻ, നമുക്ക് എപ്പോഴും നമ്മൾ ആഹാരം കഴിക്കുന്നത് മനസ്സിന് തൃപ്തിയായി കഴിച്ചാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഈ അടുക്കളയിൽ കയറാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ കടയിലും പോയി കഴിഞ്ഞാൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ് നോ എൻട്രി, ഇതിനകത്തോട്ട് പ്രവേശനമില്ല. പക്ഷെ ഇവിടെ കയറി കഴിഞ്ഞാൽ എല്ലാവരും കാത്തു കയറാം, എല്ലാ കാര്യങ്ങളും നോക്കാം. അതനുസരിച്ചാണ് ഷൂച്ചായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ ഒരു 3 വർഷം കൊണ്ട് ഇവിടെ സ്ഥിരമായിട്ട് ഊണ് കഴിക്കാനും ഇങ്ങനെ വരുന്നൊരു വ്യക്തിയാണ്. ശിവടാ, പറയണം. ഭയങ്കര ഫാൻസ് ആണ് നിങ്ങളുടെ തോരന്. ഞാൻ 2 ചേട്ടന്മാരെ കണ്ട, അവര് ഭയങ്കരമായിട്ട് ശിവട്ടൻ ഫാൻസ്. ചിക്കൻ തോര ഉണ്ട്, ബീഫുണ്ട്, ചിക്കൻ പെരട്ടുണ്ട്, കപ്പയുണ്ട്, പിന്നെ കൂനിപ്പൊടി ചമ്മന്തി കാണും. പിന്നെ ഈ പഴയ രീതിയിൽ കപ്പയും പുളിയും മുളകും ഉണ്ടല്ലോ, മറ്റേ ഉടങ്കല്ലി മുളകും ചമ്മന്തി, കപ്പ, ഇതൊക്കെയാണ് ഇവിടുത്തെ വെറൈറ്റി ഫുഡ്. എങ്ങനെ ഫീൽഡ് തിരിഞ്ഞു? ഹോട്ടൽ ഫീൽഡിലേക്ക് തിരിഞ്ഞ്? അല്ല, അച്ഛനായിട്ട് അങ്ങനെ കട? ഇല്ലില്ല, എനിക്ക് നേരത്തെ കൂലിപ്പണിയൊക്കെ ആയിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്നും കാണൂല, മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് എന്നും കാണൂല. സാമ്പത്തിക ബുദ്ധിമുട്ടും കടങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ഒരു നിത്യ വരുമാനം ഇല്ലായിരുന്നു. അങ്ങനെ ഒരു കുഞ്ഞു കടയാണ് അപ്പുറത്താണ് ആദ്യം ഇരുന്നത്. പിന്നെ അവിടെ നിന്ന് ഒരു 3 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് മാറിയത്. ഞങ്ങളിപ്പോൾ 7 സ്റ്റാഫും പിന്നെ ഞാനും ഉണ്ട്. ഞാൻ വെളുപ്പിന് വരും, 3:30 4 മണിയാകുമ്പോൾ വരും. വന്ന് കാപ്പിയുടെ കാര്യങ്ങളൊക്കെ ഞാനാണ് നോക്കണം. രാവിലെ 5 മണിയാകുമ്പം കഴിക്കാൻ ആൾ കാണും. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവും. ദോശയും പുട്ടും പയറും പപ്പടവും പിന്നെ മുട്ടക്കറി ചായ ഇതൊക്കെ രാവിലെ തന്നെ കാണും. അല്ല, 5 മണിക്ക് ഇവിടെ ആൾക്കാരുണ്ടാവുമോ? 5 മണിക്ക് ആൾക്കാരുണ്ട്. സൺഡേ ഓപ്പൺ ആണല്ലോ? നമുക്ക് എല്ലാ മാസം 1-ാം തീയതി മാത്രമേ അവധിയുള്ളൂ. ഈ സ്ഥലത്തിന്റെ പേര് ആര്യനാട് കച്ചേരി നട എന്നാണ് ഇതിന്റെ പേര്. കച്ചേരി നട അങ്ങനെയാണ് പേരിട്ടത്. കച്ചേരി നട ഹോട്ടലിന് ഞാൻ പല പേരും ആലോചിച്ചിട്ട് ലാസ്റ്റ് ഈ സ്ഥലത്തിന്റെ പേരിനെ കച്ചേരി നട ഹോട്ടൽ എന്ന് അങ്ങിട്ടത്. അല്ലെങ്കിൽ ഈവനിങ് വല്ല പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഇല്ലില്ല, വൈകുന്നേരം വയ്ക്കാൻ നാട്ടുകാർ പറയുന്നുണ്ട്. പൊറോട്ട ഇറച്ചിയും എന്തെങ്കിലുമൊക്കെ വയ്ക്കാൻ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിനുള്ള സമയം, മിക്ക ദിവസം കാറ്ററിംഗ് ഉള്ളപ്പോഴും മലക്കറി കാര്യം വൈകുന്നേരം സമയം അങ്ങനെ എടുക്കും. ഓക്കെ. ഇന്നൊക്കെ ഫ്രൈ പിന്നോട്ടാ? ഇന്നിപ്പോൾ നൊത്തോലി ഫ്രൈ, കൊഴിയാള, ചൂരക്കറി, അയല ഫ്രൈ എല്ലാ ദിവസവും ഉണ്ടാവും? എല്ലാ ദിവസവും. മെയിനായിട്ട് ഇപ്പോൾ ഒരു നമ്മളെ ടോപ്പ് മൂവിങ് ആയിട്ട് എന്താ? ചിക്കൻ തോര. അതാണ് ഹൈലൈറ്റ്. ഓണത്തിന് അത്തപ്പൂക്കളം ഇട്ടതുപോലെ ഉണ്ട് ഇല അല്ലേ? മൊത്തം ഐറ്റംസ് ആട്ടോ. ചിക്കനും ബീഫും ഉണ്ട്, അതുപോലെ തന്നെ ഈ പെരട്ട് ചിക്കൻ തോരൻ അവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ മീനുണ്ട്, ചൂരയുണ്ട്, കൊഴിയാളിയുണ്ട്, പിന്നെ
ലിവർ. ബീഫിനാണെങ്കിൽ 90 രൂപ വരും ഫുൾ പ്ലേറ്റ്, വലിയ പ്ലേറ്റ് കേട്ടോ. ബാക്കി അല്ല ചിക്കൻ തോരൻ പെരട്ട് അതുപോലെ തന്നെ ലിവറൊക്കെ ആണെങ്കിൽ 80 രൂപ. അപ്പോൾ നമുക്ക് വേട്ട ആരംഭിക്കാം കേട്ടോ. നല്ല ചൂട്, നല്ല സോഫ്റ്റ് ചിക്കൻ. നേരെ ചേട്ടൻ പറഞ്ഞില്ലേ കഷ്ണമൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. വാവ്, മതി, പൊളി. വെള്ളനാട് വഴി ആരാടി പോകുമ്പം കച്ചേരി നടാം. അപ്പോൾ ആര് ചോദിച്ചാൽ പറഞ്ഞുതരും. 9-9:30 ആകുമ്പോൾ ആൾ ചോറ് റെഡിയാവും. ആരനാട് ഭാഗത്തും കാര്യം വരുന്നുണ്ടെങ്കിൽ നല്ല വരണം, വന്ന് ട്രൈ ചെയ്യണം. കാരണം ഞാൻ ഗ്യാരണ്ടി ഈ ചിക്കൻ തോരൻ്റെ കാര്യത്തിലും പുളിശ്ശേരിൻ്റെ കാര്യത്തിലും അത് രണ്ടും മതി. കുഴച്ചടിക്കുക, മട്ടന്നടിക്കാം. ഞാൻ സെക്കൻഡ് ട്രിപ്പ് കുറച്ച് ഉള്ളി വാങ്ങിയിട്ട് കഴിച്ചിട്ട് മെല്ലെ വിട്ടേക്കും. പോട്ടെ. പറയാനൊന്നും വലിയ സമയമില്ല. നല്ല കഴിപ്പ് കഴിക്കണം, നല്ല വിശപ്പുണ്ട്, ഗംഭീര ടേസ്റ്റും. നോക്കട്ടെ. അപ്പം അടുത്ത വീഡിയോ വീണ്ടും പാക്കണം. ബൈ.